ഇതെൻ്റെ ഇൻഫോ പാർക്കിലെ മഴയിൽ കുതിർന്ന ഒരു പ്രഭാതമാണ്. ഇത് ഇൻഫോ പാർക്ക് ഫേസ് 1 ക്യാമ്പസാണ്. ഫേസ് 1 ക്യാമ്പസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കയറി ചെന്നപ്പോൾ തന്നെ ഈ ഒരു വ്യൂ ആയിരുന്നു. എല്ലാവരും റെയിൻ കോട്ടൊക്കെ ഇട്ട് സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. ഫേസ് 1 മെയിൻ ഗേറ്റിൽ നിന്ന് എൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണിത്. വിസ്മയ ബിൽഡിങ്ങിലാണ് എൻ്റെ ഓഫീസ് വരുന്നത്. ശരിക്കും ഈ ഒരു ക്ലൈമറ്റ് അത്യാവശ്യം രസമുള്ളതായിരുന്നു. കാരണം അധികം ഭയങ്കര മഴയും ഇല്ല, എന്നാൽ ഒരു മഴ പെയ്ത് തോർന്ന പ്രതീതി എന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലൈമറ്റ് നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് സൈഡിൽ ഈ ഗാർഡനൊക്കെ കട്ട് ചെയ്ത് നിർത്തുന്നുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് ഈ മഴ കൊണ്ട് വലിയ ഇഷ്യൂസൊന്നും ഇല്ലെങ്കിലും നമുക്കറിയാമല്ലോ, ഇപ്പോൾ മഴ കൊണ്ട് ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പോൾ ഈ കണ്ടതാണ് എൻ്റെ ബിൽഡിംഗ്, വിസ്മയ ബിൽഡിംഗ്. വിസ്മയ ബിൽഡിങ്ങിൽ 8th ഫ്ലോറിലാണ് എൻ്റെ ഓഫീസ് വരുന്നത്. ഇതെൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഇവിടെയും കുറച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു ചെമ്പകമരം ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെ കുറച്ച് പ്ലാൻ കട്ടിങ്ങും ഗാർഡൻ റീഅറേഞ്ച്മെൻറ്റും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഓഫീസിലെത്തി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വർക്കിംഗ് വീഡിയോസൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ ഇറങ്ങി. ലഞ്ച് കഴിക്കാൻ പോകുന്നത് പാതിരാക്കോഴിയിൽ നിന്നാണ്. ഇന്ന് നമ്മുടെ ഓഫീസിലല്ല, നമ്മുടെ അടുത്ത ഓഫീസിലെ ഒരു ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. സോ ഞങ്ങൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പാതിരാക്കോഴിയിലാണ് പോയത്. പക്ഷേ അവിടെ ഫുഡിന് നല്ല ടൈം എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. സോ നമ്മൾ നേരെ കാക്കനാടുള്ള ഉരുളയിലേക്ക് വന്നു. ഞങ്ങളെല്ലാവരും ഡിഫറെൻറ്റ് അൽഫാം മന്തിയായിരുന്നു ഓർഡർ ചെയ്തത്. ഞാനൊരു ഹണി ഗ്ലേസ്ഡ് അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞു. നേരെ വീണ്ടും ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ വെച്ച് ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഈവനിങ് ഞാൻ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയ ഒരു വ്യൂ ആണ്. വർക്ക് കഴിഞ്ഞ് ഇറങ്ങി ബസ് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ബസ്സിൽ കയറി. ശരിക്കും ഈ പ്രൈവറ്റ് ബസ്സിൽ ഈ പഴയ പാട്ടൊക്കെ കേട്ടുകൊണ്ടുള്ള ജേർണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് പ്രൈവറ്റ് ബസ്സിലുള്ള ഈ ഒരു ജേർണി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഡേ ഇൻ മൈ ഓഫീസ്.